എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാവ മട്ടന്നൂരാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ സമ്പദ് സമൃദ്ധിയുടെ വിഷുക്കണിയൊരുക്കാൻ നാട് ഒരുങ്ങിയിരിക്കുകയാണ്. നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഓട്ടുരുളിയിലൊരുക്കുന്ന നാനാവിധ സാധനങ്ങളാണ് വിഷുക്കണിയുടെ നിറക്കാഴ്ച. കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. എന്നാൽ മേടച്ചൂടിനെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൂട് എന്ന് പറയുന്നത്. ഇന്ന് തന്നെ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് മട്ടന്നൂർ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും വ്യാപാര മേഖലയിൽ വലിയ ജനസാന്ദ്രത തന്നെയാണ് കാണാൻ സാധിച്ചത്. ജനങ്ങളെല്ലാം രാവിലെ തന്നെ ടൗണിലേക്ക് വരികയും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ തിരക്ക് വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും കാണാനും സാധിച്ചു. നമുക്ക് എല്ലാം അറിയുന്ന പോലെ പച്ചക്കറിയാണ് പ്രധാനമായും നമ്മുടെ വിഷുക്കാലം എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക. അങ്ങനെ പച്ചക്കറി വ്യാപാര മേഖലയൊക്കെ വലിയ തിരക്ക് തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് നമ്മുടെ ബാബുവേട്ടൻ്റെ പച്ചക്കറി കടയാണ്. നമ്മുടെ മലബാർ പ്ലാസ ബിൽഡിങ്ങിൽ കേക്ക് വേൾഡിന് മുൻവശത്തായി ഉള്ള ബാബുവേട്ടൻ്റെ പച്ചക്കറി കടയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മുടെ ഇതിൻ്റെ മലബാർ പ്ലാസയുടെ മാനേജർ ബാബുവേട്ടന് അവിടെ ഉണ്ട്. ഒപ്പം തന്നെ സ്വാഭാവികമായും പച്ചക്കറികളൊക്കെ നല്ല സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഉച്ചയോടെ തന്നെ കണ്ടമാനം സാധനങ്ങൾ തീരുകയും ചെയ്ത്. നമുക്കെല്ലാം അറിയാം, ഏപ്രിൽ 13 വൈകുന്നേരത്തോടുകൂടി തന്നെ എല്ലാ പച്ചക്കറി കടകളിലും സാധനങ്ങൾ തീരുന്ന കാഴ്ചയാണ് പതിവായി നമ്മൾ കാണാറ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബുവേട്ടനും തിരക്കിൽ തന്നെയാണുള്ളത്. നല്ല പൊതുവിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ടൗണിനെ സംബന്ധിച്ചിടത്തോളം നല്ല സാന്നിധ്യമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു നല്ല ഉച്ചവരെ ഏതാണ്ട് 12:30 വരെ, രാവിലെ മുതൽ 12:30 വരെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പിന്നീട് ഒരു 3 മണിക്ക് ശേഷം വീണ്ടും ഇതേപോലെ ആളുകൾ ഇറങ്ങി തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വെയിലാണ്, കനത്ത വെയിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അനിവാര്യമാണ്. ഇത് നമ്മുടെ കേക്ക് വേൾഡിലുള്ള ജ്യൂസ് കോർണറാണ്. അവർക്കൊക്കെ അതുകൊണ്ട് പണിയുണ്ട് എന്നുള്ളതാണ്. കാരണം ടൗണിൽ വരുമ്പോൾ വെള്ളം കുടിക്കാതെ ജ്യൂസ് കുടിക്കാതെ പോകാൻ കഴിയില്ല. ഇത് നമ്മുടെ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള പച്ചക്കറി കടയാണ്. അവിടെയൊക്കെ നല്ല തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ ഇത്തവണ ഫ്രൂട്ട്സ് കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സാധാരണ വിഷുവിനൊന്നും അങ്ങനെ ഒരു തിരക്ക് ഫ്രൂട്ട് കടകളിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ വലിയ തിരക്കാണ്. നമ്മുടെ കലാപ്രേമാട്ടൻ ഉൾപ്പെടെയുള്ളവർ ഫ്രൂട്ട്സ് വാങ്ങാനുള്ള തിരക്കിലാണുള്ളത്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേമേട്ടൻ എന്നെ എടുക്കണ്ട എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. പക്ഷേ നമുക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. തൊട്ടിപ്പുറത്തായി ചുമ്പയുടെ കൂൾബാർ ഉണ്ട്. ഈ വെള്ളം കുടിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും വേനൽ ചൂട് കനത്തതാണ്. അപ്പോൾ ഒരു വെള്ളം, ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. മട്ടന്നൂർ എന്ന് പറയുമ്പോൾ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ കുടിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് എക്സൽ സോഡയിലെ ലൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മറ്റ് എവിടെ നിന്ന് കുടിച്ചാലും കിട്ടില്ല. മട്ടന്നൂർ ഒരു തവണയെങ്കിലും വന്ന് ഇവിടുന്ന് കുടിച്ച ആളുകൾ പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ പറയും എക്സൽ സോഡയിലെ ലൈം കുടിക്കണമെന്ന് നമ്മൾ സാധാരണ ഇതിൽ പറയാറുണ്ട്. സുനിയാട്ടനും അതുകൊണ്ട് ഇന്ന് തിരക്കിൽ തന്നെയാണ്. കാരണം വലിയ തിരക്കാണ്. കാരണം ഒന്ന് വെയിൽ കൂടുതൽ, ആളുകൾ കൂടുതലാകുമ്പോൾ സ്വാഭാവിക ആളുകൾ വെള്ളം കുടിക്കാൻ നിൽക്കും. ഷിയാബ് ഖാൻ്റെ തുണിക്കടയാണ് ഇത്. അവർക്കും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. കണ്ടില്ലേ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഇതൊരു 12 മണി സമയത്തുള്ള ആൾക്കൂട്ടമാണ്. നല്ല തിരക്കാണ്. കൃഷ്ണവിഗ്രഹങ്ങൾ സജീവമായി എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതേപോലെ അനാദിക്കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. OB ട്രേഡേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ജാഫർ അതിൻ്റെ ഉടമ. ജാഫർ നമ്മുടെ സുഹൃത്താണ്. ജാഫറും വലിയ തിരക്ക് തന്നെയാണ്. കാരണം നല്ല തിരക്ക് പതിവായി അനാദിക്കടയിലും അതുപോലെ പച്ചക്കറി കടകളിലും. എനിക്കൊന്ന് കെ ബാലനമ്പർ സൺസിലൊക്കെ വലിയ തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ മലബാറിലെ അസീസ്ക്കാണ്, അവിടെയൊക്കെ തിരക്കുണ്ടായിരുന്നു. ഈ കടുത്ത വേനൽ ചൂടിലും ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12-12:30 സമയത്താണ് ഇവരിപ്പോൾ നമ്മുടെ മട്ടന്നൂരിലെ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ സാധനങ്ങൾ ഇറക്കുന്ന, അരി ഇറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചൂടിനെ വകവെക്കാതെ പിന്നെ അവരുടെ ജോലി അവരെ ആസ്വദിച്ച് ചെയ്യുകയാണ്. അവരെ കൂടി കാണിക്കണമെന്ന് തോന്നിയുകൊണ്ട് അതുകൂടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവം. അപ്പോൾ അതിൽ തൊട്ടിപ്പുറമായി റാറാവിസ് ഹോട്ടൽ, ബസ് സ്റ്റാൻഡിലുള്ള റാറാവിസ് ഹോട്ടലിലെ റാറാവിസ് ജുനൈദിനെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെയും ഇതേപോലെ തിരക്ക് തന്നെയാണ്. ഭക്ഷണം വെള്ളം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ജുനൈദും അതുകൊണ്ട് ക്യാഷ് കൗണ്ടറിലിരുന്ന് പൈസ വാങ്ങുന്ന തിരക്കാണ്. കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടി അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, മൊബൈൽ ഷോപ്പിൽ പൊതുവിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ അനക്കങ്ങൾ ഉച്ചയോടുകൂടി വൈകുന്നേരത്തോടു കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർക്കൊക്കെ ചെറിയ ചെറിയ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ മൊബൈലൊരു ഈ വിഷുക്കാലത്ത് എത്രത്തോളമാണ്
ആളുകൾ സ്വീകരിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ സുഗന്ധ ബൈക്കറിൽ ചെറിയ പലഹാരങ്ങൾ വാങ്ങാനുള്ള തിരക്ക്, ഇത് റാറാവി സ്നാക്സ്, നമ്മുടെ ATM സമീപത്തുള്ള റാറാവി സ്നാക്സിൻ്റെ തിരക്കാണ് കാണുന്നത്. അപ്പോൾ ജലീക്ക് പറയണേ പിന്നെ ഈ ഉണ്ണിയപ്പം കൂടി എടുക്കുമെന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനത് പ്രത്യേകിച്ച് എടുത്തില്ല, പുറത്തായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ വലിയ തിരക്കാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ആളുകൾ ആഘോഷമാക്കി തന്നെ ഈ വിഷുക്കാലത്തെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സുരേഷ് ബാബുവിൻ്റെ ലോട്ടറി കട കൃഷ്ണാട്ടനുണ്ട്, അപ്പുറത്ത് രാജാട്ടൻ്റെ ഹോട്ടലിൽ തിരക്കുണ്ട്, തൊട്ടിപ്പുറത്ത് പച്ചക്കറി ഹോൾസെയിൽ പച്ചക്കറിയിൽ തിരക്ക് തുടരുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ വിഷുക്കാലം നല്ല ജനസാന്ദ്രതയോടുകൂടി തന്നെ മട്ടന്നൂർ സജീവമായി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും. കണ്ടില്ല, എല്ലാ സ്ഥലത്തും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ആ കാഴ്ചകൾ നമ്മളിങ്ങനെ നോക്കി കാണാനാണ്. ചുമട്ടുതൊഴിലാളിയായുള്ള പ്രകാശാടൻ, അതുപോലെ അച്യുതൻ, അണിയേരിയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൗണിൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഏത് ഭൂസര സങ്കല്പത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് വൈലോപ്പള്ളി കവിതയിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുകയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം ബാവ മട്ടന്നൂർ. ഒരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. റാൻസ് അക്കാദമി CA, ACCA, CMA India, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് 1 മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി മട്ടന്നൂർ.